പ്രിയമുള്ളവരെ, സുനിൽ വാസ്തവാണ്. N4 നജയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നോളജ് സിറ്റി പാല, കോട്ടയം ജില്ലയിലെ പാല. കോട്ടയത്ത് നിന്ന് 43 കിലോമീറ്ററോളം ദൂരമുണ്ട് പാലയിലേക്ക്. പാലയിലെ ഒരു രാത്രികാല ദൃശ്യമാണ് ഈ കാണുന്നത്. രാത്രി വരുമ്പോൾ ഓവർ രാത്രി ഒന്നും ആയിട്ടില്ല. ഒരു 7:45, 8 മണി ആ സമയമായപ്പോഴേക്ക് തന്നെ പാല ഉറങ്ങി. നമ്മളേതോ സിനിമയിൽ കേൾക്കുന്നുണ്ട് പാല ഉറങ്ങാത്ത രാത്രി എന്ന്. ആ പാല ഉറങ്ങാത്ത രാത്രി എന്ന് പറഞ്ഞാൽ പാലയിലെ പള്ളിപ്പെരുന്നാളാണ്. ആ പള്ളിപ്പെരുന്നാളിനാണ് പാല ഉറങ്ങാതിരിക്കുക. അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 7 മണി ആകുമ്പോഴേക്കിന് കടകളൊക്കെ അടച്ച് പാല നല്ല ഉറക്കത്തിലായിരിക്കും. പാലയിൽ പൊതുവെ ജനങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിലൊക്കെ വളർന്ന നമ്മളെ സംബന്ധിച്ച് ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം ഉണ്ടായത്. കാരണം 7 മണിക്കാണ് കോഴിക്കോടും കൊച്ചിയിലൊക്കെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം. കോഴിക്കോടൊക്കെ പ്രത്യേകിച്ച് ബീച്ച്, നൈറ്റ് വൈബ് കാര്യങ്ങളൊക്കെ അടിച്ചുപൊളി നേരം വെളുക്ക് വരെ ഉണ്ടാവുന്ന വൈബാണ്. പക്ഷെ പാലയിലെത്തിയപ്പോൾ നേരെ ഓപ്പോസിറ്റ്. പാല എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. കാരണം 7 മണി ആകുമ്പോൾ ഒരു തട്ടുകട പോലും ഇല്ല, വണ്ടികളില്ല, ജനങ്ങളൊക്കെ വീട്ടിൽ പോയി, ആരുമില്ല. വിജനമായി കിടക്കുന്ന പാല. 8 മണി, ഞാനൊരു 9:30, 10 മണി നിന്നപ്പിക്കിന് ഒരു കടക്കാർ പോലും ഇല്ല, ലൈറ്റ് ഇല്ല. അങ്ങനെയാണ്. ആ SBI ബാങ്കിൻ്റെ ലൈറ്റ് മാത്രം കാര്യമായിട്ടുള്ളത്. പാലയിൽ നിന്ന് ഒരുപാട് സ്ഥലത്തേക്ക് പോകാം. ശബരിമലയ്ക്ക് എളുപ്പമാണ്. അതിൻ്റെ നേരെ റോഡ് പോകുന്നത് ഈരാറ്റുപേട്ടയ്ക്കാണ്. അപ്പോൾ പാല എന്നുള്ള പ്രത്യേക ഒരു സ്ഥലമാണ്. വളരെ സൈലൻ്റ് ആയിട്ട് ആത്മീയമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത ആൾക്കാരാണ്. വളരെ രാഷ്ട്രീയം സജീവമാണ്. ഇടതുപക്ഷം ശക്തമായിട്ടുണ്ട്. അതുപോലെ പാലയിൽ ശക്തമായ രാഷ്ട്രീയ മണ്ണുള്ളൊരു സ്ഥലം കൂടിയാണ് പാല. ഉമ്മൻചാണ്ടി സാറും മാണി സാറും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് പാല. അവരൊക്കെ നമ്മളെ വിട്ടുപോയി. ഇപ്പോൾ PC ജോർജ്, ഷോൺ ജോർജ് ഒക്കെ ഒരു ടീം. അങ്ങനെ ശക്തമായിട്ട് ത്രികോണ മത്സരങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഏകദേശം പാല. UDFൻ്റെ ശക്തമായ മണ്ണും LDFൻ്റെ ശക്തമായ മണ്ണും ഒക്കെ ഉണ്ട്. അപ്പോൾ പാല പിന്നെ അക്രമങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം കൂടിയാണ്. മഹാകവി ചെറിയാമാപ്പിളേൻ്റെ സ്റ്റാച്ചു ആണ് നേരത്തെ കണ്ടത്. പാലയിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല, ഒരുപാടുണ്ട്. ഞാനൊരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോന്ന്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ പാലയൻ്റെ ഓരോരോ വിശേഷങ്ങൾ കാണിച്ചതിൻ്റെ പാലാപ്പള്ളി നടക്കുന്ന പള്ളി കാര്യങ്ങൾ ഒക്കെ. ഗുഡ് നൈറ്റ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും സബ്സ്ക്രൈബുമാണ് വേണ്ടത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.